നമസ്കാരം. മലയാള സിനിമയിലെ പുത്തൻ ഹിറ്റായി മാറിയിരിക്കുകയാണ് വാഴ 2. സോഷ്യൽ മീഡിയ താരങ്ങൾ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം ആഗോളതലത്തിൽ കോടികൾ വാരിക്കൂട്ടി മുന്നേറുകയാണ്. അതിൽ പ്ലംബറായും ഹെൽപ്പറായും ചെടി വെട്ടുന്ന ആളായും എത്തി പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ഒപ്പം ഒരൊറ്റ ഡയലോഗിൽ ചിന്തിപ്പിക്കുകയും ചെയ്ത ശ്രീനാഥാണ് ഇന്ന് നമ്മോടൊപ്പം വിശേഷം പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ വാഴ 2 അങ്ങനെ സക്സസ് ആയിട്ട് റെക്കോർഡുകൾ ഭേദിച്ച് കോടികൾ സ്വന്തമാക്കിയിട്ടല്ലേ ചരിത്ര വിജയം മുന്നേറുകയാണ്. ശ്രീനാഥ് എന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സിനിമ അത്രത്തോളം പ്രധാനപ്പെട്ട ഒന്നാണ്. മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ആ സിനിമയിൽ ഏറ്റവും അവസാനം വന്ന് ഞെട്ടിച്ച ഒരാൾ കൂടിയാണ് ശ്രീനാഥ്. അപ്പോൾ എങ്ങനെയുണ്ട് വാഴ 2ന്റെ സക്സസ്? അങ്ങനെ ആഘോഷിച്ചു പോവുകയാണ്, കേരളത്തിനപ്പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതെ അതെ, വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഇത്രയും വലിയ സക്സസ് ആവുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം എല്ലാവരും ഒരുപാട് എഫേർട്ട് എടുത്ത് ആൾമോസ്റ്റ് 1 ഇയർ ഉള്ള പ്രോസസ്സായിരുന്നു ഈ സിനിമയുടെ ഷൂട്ടിങ്ങും അതിൻ്റെ പോസ്റ്റും എല്ലാം വെച്ചിട്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം, അടിപൊളി. ആ സിനിമ നമ്മൾ എൻ്റെ കണ്ടുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ എൻഡിലെത്തുമ്പം ശ്രീനാഥ് എന്നൊരു വ്യക്തിയുടെ കഥാപാത്രത്തിന് പേരില്ല, പ്രത്യേകിച്ച് ആളുകൾ അഡ്രസ്സ് ചെയ്യുന്നില്ല. പക്ഷെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ കാണുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിൽ നിർണായകമായ ഒരു കഥാപാത്രത്തെയാണ് താങ്കൾ കൊണ്ടുവന്നല്ലേ. അപ്പോൾ എങ്ങനെയാണ് ആ കഥാപാത്രത്തിലേക്ക് എത്തിയത്? കാരണം ഇങ്ങനെ ഒരു ഓഫർ ശരിക്കും പറഞ്ഞാൽ ആ ഒരു അവസാന നിമിഷത്തിൽ ആ നായകനെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ തന്നെയാണ് ചേട്ടൻ്റെ ലൈഫിൽ ഈ സിനിമ. അല്ല, ഇതിപ്പം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞത് ഞാനൊരു പ്രൊഫഷണൽ ആക്ടർ അല്ല. ഞാൻ ബേസിക്കലി കഴിഞ്ഞൊരു 10-15 അല്ല 18 ഇയേഴ്സ് ആയിട്ടുണ്ടാവും ഞാൻ മീഡിയ പ്രൊഫഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അത് ചാനലിലാണ്, ടെലിവിഷൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തു, ക്രോസ് ബോൾ, അങ്ങനെ ഇന്ത്യ വിഷൻ, അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള ബന്ധമാണ് വിപിൻ ദാസുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇത് നമ്മുടെ വിപിൻ്റെയും എൻ്റെയൊക്കെ തുടക്ക കരിയറിൽ നമ്മളൊരു സിനിമ മോഹമായിട്ട് സിനിമ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ശ്രമിച്ച് നടക്കുകയും പക്ഷേ അതൊന്നും അന്ന് ആദ്യം സാധിക്കാതെ പോയി. പിന്നെ ഞങ്ങളൊരു ഷോർട്ട് ഫിലിമിലോട്ടെത്തി. അതാണ് അജു വർഗീസൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് ഷോർട്ട് ഫിലിം എടുക്കുന്നു. പിന്നെ വിപിൻ സിനിമ ഫസ്റ്റ് എടുക്കുന്നു. അപ്പോൾ ഞാൻ പിന്നെ ചാനലിലോട്ട് തിരിച്ച് പോകുന്നു. അങ്ങനെ പോയിട്ട് പിന്നെ ഞങ്ങളിപ്പോൾ ഈ തിരിച്ച് വീണ്ടും ഞാനൊരു കേരളം ചാനലിൽ ഹെഡായിട്ട് ഇരുന്നിട്ട് പ്രൊഡക്ഷൻ ഹെഡായിട്ട് ഇരുന്നിട്ട് പിന്നെ ഈ JJ ഒക്കെ കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള ഞങ്ങളുടെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു വിപിനും ഞാനും തമ്മിൽ, നമുക്കൊരു ഫിലിം പ്രൊഡക്ഷൻ ചെയ്യണം. അങ്ങനെ ഞങ്ങളുണ്ടാക്കിയ പേരാണ് WBTS പ്രൊഡക്ഷൻസ് എന്നൊരു പേരുണ്ടാക്കി. അപ്പോൾ അത് നമ്മൾ വാഴ 1 ഫസ്റ്റിൽ ഫസ്റ്റ് അത് ബാനർ നെയിം കൊടുത്തായിരുന്നു. അതിനുശേഷം ഞാൻ ഈ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വ്യസന സമയത്ത് സിനിമ ചെയ്യുന്നു. ഫുൾ പ്രൊഡക്ഷനിലൂടെ ഞാൻ വിപിൻ്റെ കൂടെ ഫുൾ ഫ്ലെഡ്ജിൽ പ്രൊഡക്ഷൻസ് റൺ ചെയ്യാൻ, ഈ സിനിമകൾ കണ്ടിന്യൂസ് ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നമ്മൾ നിൽക്കുന്നു. അങ്ങനെ നിൽക്കുന്ന വ്യസന സമയം ചെയ്ത് അതിൻ്റെ പാരലിയാണ് നമ്മൾ വാഴയുടെ സ്ക്രിപ്റ്റിംഗ് നടക്കുന്നത്. അപ്പം വ്യസന സമയത്തും കഴിഞ്ഞ് വാഴയുടെ ഷൂട്ട് തുടങ്ങിയ സമയത്ത് ഞാനിതുപോലെ ഷൂട്ടിൻ്റെ ആവശ്യമായിട്ടും അല്ലെങ്കിൽ മറ്റാവശ്യമായിട്ടും ഞങ്ങൾ ഒരുമിച്ച് പിന്നെ ഫുൾ ടൈം ഉണ്ടല്ലോ ഫിലിം പ്രൊഡക്ഷനിൽ ഇറങ്ങി. അങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ പെട്ടെന്ന് എന്നെ വെച്ചിട്ടൊരു ഐഡിയ പുള്ളിക്കാരന് ഒരു ലുക്കിലേക്ക് ഉണ്ടെന്ന് വെച്ചിട്ട് ഒരു സാധനം തോന്നിയതാണ്. കാര്യം ആൾറെഡി സ്ക്രിപ്റ്റിനകത്ത് ഇവർ UK പോവുകയും അവിടെ ചെന്ന് കഷ്ടപ്പെടുകയും ചെയ്യുന്നത് സ്ക്രിപ്റ്റിലുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ഫൺ കൂടെ കൊണ്ടുവരാം, കോമഡി കൊണ്ടുവരാമെന്ന് കരുതിയിട്ട് ആണ് ആദ്യം ആലോചിച്ചിട്ട് ഇത് എഴുതുന്നത്. പക്ഷേ അത് എഴുതിയിട്ട് എനിക്കൊന്ന് അവസാനത്തെ ഒരു ഡയലോഗും പോർഷൻസും വന്നപ്പോഴേക്കും അതിനൊരു വേറൊരു ഇമോഷണൽ ടച്ചും അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന് വേറൊരു ക്യാരക്ടർ ആർക്കൊക്കെ വന്നു. അത് ആൾക്കാർക്ക് ഭയങ്കര കണക്റ്റായി. കാര്യം അത് എല്ലാ ആൾക്കാർക്കും ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും കണക്റ്റ് ആവുന്ന ഒരു ഡയലോഗാണ് ഈ പറയുന്നത് ജീവിതം ഒന്നല്ലേ ഉള്ളൂ എന്ന് പറയുന്നൊരു സാധനം. അല്ല, അതിപ്പം എന്താ പറയുക, ജീവിതം ഒന്നല്ലേ ഉള്ളൂ തന്നെയാണ്, ജീവിക്കണ്ടേ എന്നുള്ള സാധനം. അപ്പോൾ അത് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു കാഷ്വലി ഒക്കെ ആൾക്കാർ ലൈഫിൽ പറയുന്ന ഡയലോഗ് കൂടെ ആയിരിക്കാം എപ്പോഴെങ്കിലൊക്കെ. അപ്പോൾ ശ്രീനാഥ് എന്നൊരു വ്യക്തിയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരാളുണ്ടോ? അല്ല, നമ്മൾ അങ്ങനെയല്ല ജീവിച്ച് വരുന്നത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചാനലിൽ ഞാൻ വളരെ ട്രാൻസ്മിഷൻ സെക്ഷനിൽ ജോലി ചെയ്യുന്നു. പിന്നെ ഞാൻ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആവുന്നു, പ്രോഗ്രാം പ്രൊഡക്ഷൻ കോർഡിനേറ്റർ ആവുന്നു, ഈവൻറ്റ് മാനേജർ ആവുന്നു, ഷോ ഡയറക്ടർ ആവുന്നു, ഈ ആർട്ടിസ്റ്റ് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ഈ സിനിമയിൽ ഞാൻ 2014 തൊട്ടൊരു 17 വരെ മൂവീസിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു സാധനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബാംഗ്ലൂർ ഡേയ്സ്, യോബിൻ്റെ പുസ്തകം, അങ്ങനെ കുറേ സിനിമ. അപ്പം കുറേ ദിവസം അങ്ങനെ വർക്ക് ചെയ്തു. പിന്നെ തിരിച്ച് വീണ്ടും വേറൊരു ചാനലിൽ പോയിട്ട് പ്രൊഡക്ഷൻ ഹെഡായി, പിന്നെ വീണ്ടും സിനിമ. അപ്പോൾ ഇത് പല റോളുകൾ ആൾറെഡി നമ്മൾ എല്ലാവരും, ഞാൻ മാത്രമല്ല എല്ലാ ആൾക്കാരും നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു 10-12 വർഷത്തിൻ്റെ ഒരു കരിയറുള്ള ആൾക്കാർ തിരിഞ്ഞ് നോക്കുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കുറേ റോൾസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് പറയാൻ, അങ്ങനെ നമുക്കൊരു പെട്ടെന്ന് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റും നമുക്കത് എന്താണ് ഉദ്ദേശിക്കുന്ന അർത്ഥം എന്നുള്ളത്.
തീർച്ചയായും അത് ആ സിനിമയിലൂടെ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം, അത് പ്രേക്ഷകർ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയതാണ്. അതായത് പുറത്തേക്കൊക്കെ പോകുന്ന ആളുകൾക്ക് ഒരു മലയാളി എപ്പോഴും ഹെൽപ്പായിട്ടുണ്ടാകുക അല്ലേ, അവരൊരു മറ്റ് കുറേയധികം ജോലികൾ, ഒന്നിലധികം ജോലികൾ ചെയ്ത് ഇപ്പോഴും ജീവിക്കുന്ന ആളുകളെ ഒരു പ്രതികരിച്ച് തന്നെയല്ലേ ചേട്ടൻ്റെ ഒരു റോൾ അവിടെ. അപ്പൊ ശരിക്കും അതൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് പേര് പ്രേക്ഷകർ അത് കമന്റ്സ് ആയിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെ അതെ, ഈ പുറത്ത് ജീവിക്കുന്നവരുടെ ഒരുപാട് പേര് അത് റിലേറ്റ് ചെയ്ത് കമന്റ്സ് ചെയ്തിട്ടുണ്ട്. കാര്യം ശരിക്കും ഇങ്ങനെ തന്നെയാണ് ആൾക്കാർ പല ജോലികൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതെനിക്കൊന്ന് പുറത്ത് പോകുന്ന ആൾക്കാർ എനിക്കൊന്ന് കുറച്ചുകൂടെ കൂടുതൽ നമ്മുടെ നാട്ടിനേക്കാളും ഈ പാർട്ട് ടൈം ജോബുകളൊക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കും അവർക്ക് കുറച്ചുകൂടെ കണക്ട് ആവുന്നത്. കോഫി ഷോപ്പിലോ അല്ലെങ്കിൽ മറ്റേ വേറെ ഹൗസിലൊക്കെ പോയി വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ. അപ്പം നമ്മുടെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പം അവർക്കത് പെട്ടെന്ന് കണക്ട് ആവും. ഈ അതിനകത്തുള്ള എനിക്കൊന്ന് ആ മെഡിസിൻ വാങ്ങിക്കുന്ന കാര്യങ്ങൾ, രാത്രി മെഡിക്കൽ ഷോപ്പില്ല അല്ലെങ്കിൽ ഡോക്ടറെ കാണാനുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം ഈ അടുത്ത് എനിക്കൊന്ന് നമ്മുടെ ഒരു ഇന്റർവ്യൂവിൽ കല്യാണി പണിക്കരോ ആരോ പറയുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ ശരിക്കും അങ്ങനെ ആ പുള്ളിക്കാരും പുറത്തെന്തോ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വിചാരിക്കുന്ന എളുപ്പമല്ല. അവർ പോയി ഡോക്ടറെ കണ്ട് ഒരു പനി വന്നു കഴിഞ്ഞാൽ ഓടി പോയി ഡോക്ടറെ കാണാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം ആ സിനിമയ്ക്കകത്ത് കാണിക്കുകയും അതിൻ്റെ ഇടയിൽ നമ്മളുടെ ഒരു എൻട്രി വന്നിട്ട് അത് പ്രസൻറ്റ് ചെയ്ത് പോയ ടൈമിങ് വളരെ കറക്റ്റായിരുന്നു. ഇത് എല്ലാം നന്നായി വന്നതിൻ്റെ റീസൺ ഒന്നുമില്ല, അത് നല്ല രീതിയിലുള്ള എഴുത്താണ്. അപ്പോൾ റൈറ്റിങ്ങിൻ്റെ ഒരു കപ്പാസിറ്റി, വിപിൻ്റെ ആ ഡയലോഗ്സ്, അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നത്. ആൾക്കാർ ആ ക്യാരക്ടറിനെയാണ് ഇഷ്ടപ്പെടുന്നത്. അതെ, പിന്നെ ലുക്ക് കൊണ്ടും ലുക്കാണ് അതിലേറ്റവും നമ്മൾ മലയാളിയാന്ന് ഒരു ഐഡിയയും തരാതെയാണ് കുറച്ച് നേരം കൊണ്ടുപോകുന്നത്. ആ ലുക്കിലേക്ക് എത്തിയതൊക്കെ എങ്ങനെയാണ്? അതെ, ലുക്ക് ഞാൻ എപ്പോഴും ഈ ലുക്ക് തന്നെയാണ്. അപ്പോൾ എന്നെ അടുത്ത് പലരും ഞാൻ ഈ ഹെയർ ഇങ്ങനെ ഫുൾ ക്ലീൻ ഷേവ് ചെയ്ത് വെക്കുന്ന കാരണം പലവരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ മറ്റേ ഇംഗ്ലീഷ് നടൻ ജേസൺ സ്റ്റേത്തെ പോലെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ബ്രൂസ് വില്ലിസിനെ പോലെ ഇരിക്കുന്നു, അല്ലെങ്കിൽ അതുപോലത്തെ ഫേസ് കട്ടുണ്ട് എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അതുപോലെ വിപിന് കണ്ടപ്പോൾ ഈ പുള്ളിയുടെ ഫേസ് കട്ട് ഉണ്ടെന്ന് തോന്നി. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, ഫണ്ണായിട്ടാണ് ചെയ്യുന്നതെങ്കിലും അതിനൊരു ഈ പറഞ്ഞ ഒരു മെസ്സേജ് അതിനകത്ത് കിടക്കുന്നുണ്ട്. കാര്യം ഈ ഒരുപാട് വർക്കുകൾ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അത് അവർക്കത് അങ്ങനെ, അതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് ക്യാരക്ടർ നെയിമോ ഒന്നും വെക്കാത്തത്. അത് അവിടെ ജോലി ചെയ്യുന്ന ഒരു മലയാളി, അത് മലയാളിയാണെന്ന് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് പറയുന്നുണ്ട്, ചേട്ടൻ മോനെ മലയാളത്തിൽ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോഴാണ് അത് മലയാളിയാണെന്ന് മനസ്സിലാവുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ലുക്ക് ഇത് നമ്മൾ പുറത്ത് പോയി ഷൂട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടെ ഒരു ഔട്ട്സൈഡ് ആളായിട്ട് തോന്നുന്നത്. അതെ, അവിടുത്തെ ഒരു ലൈറ്റിങ്ങിലും ഒക്കെ അപ്പോൾ അങ്ങനെ ഒരു കറക്റ്റ് അതൊരു ഡയറക്ഷൻ്റെ സ്കില്ലും റൈറ്റിംഗിൻ്റെ സ്കില്ലും കൂടെ വന്നപ്പോൾ അത് കറക്റ്റായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമായിട്ട് മാറി. സിനിമയുടെ ഒരു ജേണിയിലേ ഇപ്പം നേരത്തെയുള്ള സിനിമകളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ എപ്പോഴെങ്കിലും ഫ്രെയിമിൽ വരും എന്നുള്ളത് ചിന്തിച്ചിരുന്നു? ഇല്ല ചിന്തിച്ചിട്ടേ ഇല്ല. കാര്യം നമുക്ക് അങ്ങനെ ഫ്രെയിമിൽ വരണമെന്നൊരു ആഗ്രഹം അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഒന്നാമത് ഓക്കെ, നമുക്കങ്ങനെ ഒരു ലുക്ക്, എല്ലാവരും അറിയാലോ ആക്ടേഴ്സ് ആവാൻ വേണ്ടിയിട്ട് ഹെയർ സ്റ്റൈൽ കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവം നമുക്ക് അങ്ങനെ ഇല്ല. പിന്നെ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ പിന്നെ ബേസിക്കലി എനിക്ക് ഫിലിം പ്രൊഡക്ഷൻ തന്നെയാണ് ആഗ്രഹമായിരുന്നത്. അപ്പം ഈ കാര്യമില്ല, ഈ 2011 തൊട്ടാണ് ഞാൻ വിപിനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉള്ളത്. അപ്പോൾ അന്നും ഞാൻ അവന് സിനിമ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പല കാര്യങ്ങളായിട്ട് നമ്മൾ കൊച്ചിയിൽ ഇങ്ങനെ തിരിഞ്ഞ് നടന്നിട്ടുണ്ട്. ആർട്ടിസ്റ്റുകളെ കാണാനും പ്രൊഡ്യൂസറെ മീറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മളൊന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം 2014 ഞാൻ ബാംഗ്ലൂർ ഡേസ് ചെയ്യുമ്പോഴും നമ്മൾ അപ്പോഴും ബാക്ക് എൻഡ് തന്നെ മാർക്കറ്റിംഗ് എന്ന സംഭവം അതും എനിക്ക് ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് കൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഈ ബാക്ക് എൻഡിൽ നിന്ന് വർക്ക് ചെയ്യാൻ തന്നെയാണ് നല്ല സിനിമകൾ പൊടി. കാര്യം നമുക്ക് ഡയറക്റ്റ് അറിയില്ല, അഭിനയിക്കാനും അറിയില്ല. അപ്പോൾ പിന്നെ നമുക്ക് അല്ല, ശരിക്കും അത് അഭിനയിക്കാനും അറിയില്ലെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ അഭിനയിക്കാനും അറിയില്ല. പിന്നെ നമ്മൾ ടെലിവിഷൻ മീഡിയയിൽ കഴിഞ്ഞ 10-15 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് പ്രൊഡക്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലാർജർ സ്കെയിലാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ സീൽ വർക്ക് ചെയ്തുകൊണ്ട് ഈ കുറച്ചുകൂടെ അവിടെ നമുക്ക് ആഡ് ഷൂട്ടൊക്കെ ചെയ്യുന്നത് ആക്ച്വലി നമ്മൾ ഫിലിമിൻ്റെ അതേ സ്കെയിൽ തന്നെയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു നോളജ് കൂടെ കിട്ടിയപ്പോൾ ഓക്കെ, ഫിലിം പ്രൊഡക്ഷൻ നമുക്ക് ചെയ്യാനുള്ള ഒരു കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടി. അപ്പോൾ അതും ഞാൻ സിനിമ ചെയ്യാൻ ആദ്യമേ ആഗ്രഹിച്ച ഒരാളുടെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന പറയുമ്പോൾ കുറച്ച് കംഫർട്ടായി. ചേട്ടൻ തന്നെ ഡബ് ചെയ്തതും ഡബ് ഞാൻ തന്നെ. അതെ, അതൊക്കെ ഒറ്റ ടേക്കിൽ പോയോ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ? ഷൂട്ട് ചെയ്യുന്നത് കുറേയൊക്കെ ഒറ്റ ടേക്കിൽ പോയെന്ന് തോന്നുന്നു. ഈ ഒന്നും ഒറ്റ ടേക്കിൽ പെർഫെക്റ്റ് ആവില്ല ആരുടെയും. കാര്യം അതായത് ഇപ്പോഴത്തെ ഈ ഡിജിറ്റൽ ഇതായതുകൊണ്ട് നമ്മൾ 2-3 ടേക്ക് എടുക്കും സ്വാഭാവികമുണ്ടാവും. അപ്പോൾ എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഇതിന് ആദ്യത്തെ ടേക്ക് ഓക്കെ ആവാത്തതുകൊണ്ടാണ്. ചിലത് അങ്ങനെ ഓക്കെ ആവാത്തതുകൊണ്ട് എടുക്കുന്നുണ്ട്. കാര്യം നമ്മളത് ABCD അറിയാതെയാണ് പോയി ചെയ്യുന്നത്. കാര്യം ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ച് കണ്ടിട്ടൊന്നുമില്ല. എങ്ങനെയാണ് ഈ ആക്ടേഴ്സ് ചെയ്യുന്നത് ഞാൻ വാച്ച് ചെയ്തിട്ടില്ല. ഈ വാഴ 1 നിൽക്കുന്ന സമയത്തെ അത് വിജയം കൊണ്ടു. അതിനുശേഷം വാഴ 2 നിങ്ങൾ അപ്പോഴേ പ്ലാനിങ് ആണ്, അതിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. പക്ഷെ അന്ന് പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഒരു അവസരം? ഇല്ല. ഇത് വളരെ ആക്സിഡന്റലി ഇങ്ങനെ പെട്ടെന്നൊരു ഐഡിയ. വിപിൻ അങ്ങനെയാണ് എപ്പോഴും വർക്ക് ചെയ്യുന്നത്. എല്ലാം വളരെ ചിലപ്പോൾ ഓരോ ഐഡിയാസും പെട്ടെന്ന് വരും, പെട്ടെന്ന് തീരുമാനം മാറ്റും, പെട്ടെന്ന് തീരുമാനം എടുത്ത് ചെയ്യും. അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ്. ക്രിയേറ്റിവിറ്റി പുള്ളിക്ക് വരുന്നതനുസരിച്ചിട്ട് പുള്ളി അത് അപ്പോഴത് ചെയ്യും. അപ്പോൾ അതിന്
ഇപ്പോൾ അതിപ്പോൾ ലാസ്റ്റ് റീഷൂട്ട് ആണെങ്കിൽ റീഷൂട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് പുള്ളിയുടെ ഫിലിം മേക്കിംഗ്. അല്ലാതെ നമ്മൾ ഷൂട്ട് ചെയ്ത് പോയല്ലോ അതിന് അങ്ങനെ ഇരുന്ന് പോട്ടെ, അല്ല അതിനേക്കാളും ബെറ്റർ ഐഡിയ വന്നാൽ ചിലപ്പോൾ അത് റീഷൂട്ട് ചെയ്തെന്നിരിക്കും. അപ്പോൾ അങ്ങനെ എന്നെ വെച്ചിട്ടൊരു ഐഡിയ വന്നതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇനി അതാണ് ചെയ്തപ്പോൾ മനസ്സിലായി ഇത് അഭിനയം അത്ര എളുപ്പമുള്ള കാര്യമല്ല, നമുക്ക് പണി ചെയ്ത് ഈസി ആയിട്ടൊരു കാര്യമല്ല, അത് കുറച്ച് കഴിവ് വേണം എന്ന് ഡബ് ചെയ്തപ്പോഴും മനസ്സിലായി, ആക്ട് ചെയ്തപ്പോഴും മനസ്സിലായി. വാഴയുടെ വിജയം എന്ന് പറയുന്നത് ഇപ്പം തുടരും, 2018 ലോക എല്ലാത്തിനെയും മറികടന്ന് മുന്നേറുകയാണ് അല്ലേ? അതായത് ഒരു മലയാള സിനിമയുടെ മാറ്റം അത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രമുഖരൊക്കെ മത്സരിച്ച് അഭിനയിക്കുമ്പോഴും അതൊന്നുമല്ല ആവശ്യം, മലയാളികൾ സ്വീകരിക്കുന്നത് അതിലെ കണ്ടന്റ് ആണ്, അതിലെ അഭിനയ രീതികളാണ്, അവരെ രസകരമായി ചിരിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് അല്ലേ പ്രയാസകരമായ ഒരു കാര്യമാണ്. പക്ഷെ വാഴയുടെ ഒരു ജേണി എന്ന് പറയുന്നത് അത്രത്തോളം ആളുകൾക്ക് ഇമോഷണലി അവരെ ടച്ച് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് റീലുകൾ വരാൻ തുടങ്ങി. ഇപ്പൊ ചേട്ടൻ തന്നെ റീലൊക്കെ വരുന്നല്ലേ, കണ്ടിരുന്നോ? എനിക്ക് തോന്നുന്നു 2 മെയിൻ പോസ്റ്റേഴ്സ് പോസ്റ്റേഴ്സ് ആണ് നമ്മൾ ചെയ്തത്. ഒഫീഷ്യൽ ചെയ്തത് ആണ്, അതിന് മുന്നേ തന്നെ വേറെ ആരോ നമ്മളൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടിരുന്നു. അതിൽ കുറച്ചും കൂടി നിങ്ങൾ ഒരുമിച്ച് കാണാനൊക്കെ ഉള്ള ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി വാഴ3 അതാണ് ഇനി എല്ലാവരും പ്രതീക്ഷയിലുള്ളത്. വാഴ3യിലുണ്ടോ? അല്ല, അതറിയില്ല. വാഴ 3യെക്കുറിച്ച് 3 ഉണ്ടാവുമെന്ന് മാത്രമേ അനൗൺസ് ചെയ്തിട്ടുള്ളൂ. ആ ടൈറ്റിൽ മാത്രമേ അനൗൺസ്, വേറെ ഒന്നും. സ്ത്രീകളെ പെൺകുട്ടികളെ വെച്ചിട്ടൊരു സ്റ്റോറി ചെയ്യണം എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമേ വിപിൻ അനൗൺസ് ചെയ്തിട്ടുള്ളൂ. അപ്പം ആള് മൊത്തത്തിലൊന്ന് കൺഫ്യൂഷൻ ആക്കുകയല്ലേ, കാരണം വെച്ചാൽ എവിടെയും പിടിതരാത്ത രീതിയിലാണ്. അല്ല, കൺഫ്യൂഷൻ ആക്കുന്ന പരിപാടിയല്ല. എനിവേ വാഴ 2 സക്സസ് ആവുന്നെങ്കിൽ 3 ചെയ്യാമെന്ന് വിചാരിച്ചു. ബട്ട് സക്സസ് ആയി, അപ്പോൾ പിന്നെ 3 ചെയ്യാം. പക്ഷേ അത് ഗേൾസിന് കഥ പറയാം എന്തെങ്കിലും തീരുമാനിച്ച് ഇപ്പോൾ പറഞ്ഞു. ഇനി അതിൻ്റെ കഥ ഉണ്ടാവണം, സ്ക്രിപ്റ്റായി മാറണം, അത് കുറേ സമയം എടുക്കുമല്ലോ. അപ്പോൾ അപ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആരൊക്കെ എന്തൊക്കെ വരുന്നു എന്നുള്ളത്. എന്തായാലും ഒരു പറഞ്ഞ പോലെ 3 ചെയ്യാം. അത് ഇനിയിപ്പം ബയോപിക് ഓഫ് എ ബില്യൺ ഗേൾസ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ ആണ് പുള്ളി പറഞ്ഞത്. ചേട്ടാ, ഇങ്ങനെ ഒരു സീരീസ് ഇപ്പൊ ചേട്ടന് സിനിമയുടെ കുറേ സിനിമയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ ഒരു സിനിമയുടെ 2ാം ഘട്ടം വരുമ്പോൾ അത് വിജയമാകണം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. പലപ്പോഴും പല ഡയറക്ടർമാരും അത് നിർത്തി അങ്ങനെ ചെയ്യണം എന്ന് വിചാരിക്കും, പക്ഷെ അത് പിന്നോട്ട് വലിക്കുന്ന കാര്യമുണ്ട്. ഈ ബാഹുബലി ഫ്രാഞ്ചൈസി ആണല്ലോ ഇതിനൊക്കെ ഒരു തുടക്കം കുറിച്ചത്. അത്തരത്തിൽ വാഴ അല്ല അതുണ്ട്, പക്ഷേ ഏറ്റവും ഹിറ്റ് അടിച്ചു പോയിരിക്കുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ജേണലിൽ ആളുകൾ ശ്രദ്ധിച്ചിരുന്നത്. അതൊരു എനിക്കൊന്നും തെറ്റായ ധാരണ. നമ്മൾ പെട്ടെന്ന് ഈ പറയുമ്പോൾ ആൾക്കാർ ഈ കറണ്ട് കഴിഞ്ഞൊരു 3 വർഷമൊക്കെ ആലോചിക്കുന്നുള്ളൂ. ഈ പല കാര്യങ്ങളും നമ്മൾ ഒരുപാട് വർഷങ്ങൾ മുമ്പ് മലയാള സിനിമയിൽ ഒരുപാട് ലെജൻസുകൾ ചെയ്ത് വെച്ചിട്ട് പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളതിനെ പിന്തുടർന്ന് പോയി ചെയ്യുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇതിന്റെ ഈ ഒരു ജേണി ഇപ്പോൾ ഓരോ ഘട്ടമായിട്ട് പോകുമ്പോൾ അതിന്റെ വിജയം അത് ഇത് ഇത്രത്തോളം വിജയത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെ യൂത്തുകൾ ആൾക്കാർ വിജയിക്കണം എന്നുണ്ടായിരുന്നു. വിജയിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ഇങ്ങനെ ഷൂട്ട് ചെയ്തത്. കാര്യം നമ്മൾ വാഴ 1 ചെയ്തത് ഒരു ചെറിയ മൂവിയായിട്ട് ഒരു കുറച്ച് ദിവസത്തിൽ ഷൂട്ട് ചെയ്ത ഒരു ചെറിയ ബജറ്റിൽ ചെയ്തൊരു മൂവിയായിരുന്നു. പക്ഷേ വാഴ 2 വന്നപ്പോൾ വിപിൻ കൺസീവ് ചെയ്ത ഒരു ആസ് എ റൈറ്റർ പുള്ളി അത് കൺസീവ് ചെയ്ത ഒരു സാധനം തന്നെ കുറച്ച് വാഴ 1ന്റെ മുകളിൽ നിൽക്കണം. അതിൻ്റെ ഒരു വിഷ്വൽ എന്ന് പറയുന്നത്, അതിൻ്റെ സ്ക്രീൻ പ്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യത്തിന് പുള്ളി അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതിയപ്പോൾ തന്നെ പറഞ്ഞു ഇത് 100 ഡേയ്സോളം ഷൂട്ട് വരും എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാ പ്രൊഡ്യൂസേഴ്സും 100 ഡേയ്സ് ഷൂട്ട് വരുന്നത് അതൊന്ന് വാഴ അത്രയും വരുമോ, നമ്മൾ ചെറിയ പടമല്ലേ, കുട്ടികളെ വെച്ച് ചെയ്യുന്ന പടമല്ലേ, അല്ല. പക്ഷേ വാഴ 1ന്റെ മുകളിൽ വരണമെങ്കിൽ നമുക്ക് ഇത്രയൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പുള്ളി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് 100 എന്നുള്ളത് പക്ഷേ 115 ഡേയ്സ് വരെ പോയി ഷൂട്ട്. അത് കാലാവസ്ഥാ പ്രശ്നങ്ങൾ, പിന്നെ ഈ പെർഫെക്ഷന് വേണ്ടി ചെയ്യുന്നു. അപ്പോൾ പുള്ളി എഴുതിയതിൻ്റെ മേളിൽ ഡയറക്ടർ ഷൂട്ട് ചെയ്തു. സവിൻ അവിടെയാണ് നമ്മളിപ്പോൾ എല്ലാവരും ഡയറക്ടർ സവിനെ നമ്മൾ സല്യൂട്ട് ചെയ്യുന്നത്. കാര്യം ആസ് എ റൈറ്റർ വിപിൻ എഴുതി വെക്കുന്നതിന് ഒരു നല്ലൊരു സിനിമയാണ് എഴുതുന്നത്. അതിൻ്റെ മുകളിൽ ഷൂട്ട് ചെയ്തെത്തിക്കാൻ പറ്റുക എന്ന് പറയുന്നത് സവിൻ കാഴ്ചവെച്ചൊരു മനോഹരമായ ഒരു ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു അത് നമ്മളെ കൈവിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറം നമ്മൾ വാഴ 1നെക്കാളും സക്സസ് ആയി കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവർ അത്ര റിസ്ക് എടുത്തിട്ടാണ് പൈസ ചിലവാക്കി എല്ലാവരും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് ഇങ്ങനെ ആൾക്കാർ സ്വീകരിക്കുമെന്നുള്ള നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ വേനൽക്കാല അവധി അത് കറക്റ്റ് ടൈമിൽ ഒരു ഫാക്ടേഴ്സാണ്. കാര്യം ഈ പറഞ്ഞ വേറെ സിനിമകൾ ഉണ്ടായിരുന്നില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ റിലേറ്റ് ചെയ്ത കുറേയധികം കാര്യങ്ങൾ നമുക്കതിൽ കാണാൻ പറ്റി. അതായത് ഇന്നത്തെ ഒരു ജനറേഷന്റെ അല്ല, കുറച്ച് മുന്നേ ഉള്ള ഒരു ജനറേഷന്റെ ആ ഒരു രീതികൾ അതൊക്കെ നമുക്ക് എല്ലാം ഉണ്ട് സിനിമയ്ക്ക്. അതുകൊണ്ടാണ് സിനിമ അത്രയും വലുതായി പോയത്. കുട്ടിക്കാലം തൊട്ട് പിന്നെയും കുറച്ചൊക്കെ വേണമായിരുന്നു എന്നുള്ളൊരു തോന്നൽ. ഇപ്പൊ ചേട്ടന്റെ ക്യാരക്ടർ ആണെങ്കിലും അയ്യോ കുറച്ചും കൂടെ വേണമായിരുന്നു അങ്ങനെ ഒരു തോന്നൽ. അങ്ങനെ തോന്നലുണ്ടാകുമ്പോഴാണ് സിനിമയ്ക്ക് ഒരു സക്സസ് ഉണ്ടാകുന്നത്. സിനിമ തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഫാമിലിയോടൊപ്പമാണോ കണ്ടത്? അതോ ഫസ്റ്റ് ഷോ ഞാൻ ഫാമിലിയോടൊപ്പം അല്ല കണ്ടത്. ഞാൻ ക്രൂവിൻ്റെ കൂടെ ഞാൻ കൊച്ചിയിലായിരുന്നു, ഫാമിലി ട്രിവാൻഡ്രത്തായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ 1-2 ആഴ്ചയ്ക്ക് ശേഷം പിന്നെ ഫാമിലിയോടൊപ്പം വന്ന് ട്രിവാൻഡ്രത്ത് വന്ന് കണ്ടായിരുന്നു. മോളാണ്. അതെ, അവർക്ക് നേരത്തെ അറിയായിരുന്നു ഇങ്ങനെ സിനിമയിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്ന കാര്യം എന്താണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ സിനിമയുടെ കാര്യമാകുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഫൈനൽ ഔട്ട്പുട്ട് എന്നുള്ളതാണ് നമ്മളുടെ ഇമ്പോർട്ടൻറ്റ് സാധനം. അപ്പോൾ അതിനെന്താണോ വേണ്ടത് അത് വയ്ക്കുക, ബാക്കി കളയുക എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ എൻ്റെ പോർഷൻ നമ്മൾ ചിലപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ ഫിക്സ് ചെയ്ത് മാച്ച് ചെയ്ത് വരുമ്പോൾ ചിലപ്പം വർക്കാവണമെന്നില്ല. അപ്പോൾ വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം.
അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് പേരുടെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനെ റോൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. കാര്യം ഇത് എനിക്കും അത്ര വിശ്വാസമില്ലായിരുന്നു ഇത് നന്നായിട്ട് വരുമോ ഇല്ലയോ എന്നുള്ളത്, ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സിനിമ ഇറങ്ങിയ ശേഷമാണ് ആൾക്കാരടുത്ത് പറഞ്ഞത് ഞാൻ അതിനകത്ത് ഇതുണ്ട്. സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാര്യം ആരും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഞാൻ അഭിനയിക്കാം. ഞാൻ സിനിമയിൽ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് അറിയാം, പക്ഷേ അഭിനയിക്കുന്നു ആർക്കും അറിയില്ലായിരുന്നു, അഭിനയിച്ചു അറിയില്ലായിരുന്നു. തിരിച്ചറിഞ്ഞു തുടങ്ങിയ ആളുകൾ അതെ, ഉറപ്പായിട്ടും. കാര്യം ഈ സിനിമയ്ക്ക് അത്ര വലിയ റീച്ച് ആയി പോയില്ലേ. അപ്പോൾ ആൾക്കാർ ജനങ്ങൾ കൂടുതൽ കാണുന്നവരും അതിൻ്റെ വിസിബിലിറ്റി കുറച്ച്, പിന്നെ ഈ പറഞ്ഞ പോലെ ആ ക്യാരക്ടറിൻ്റെ ഒരു ഈ ഒരു എന്താ പറയുക ആരും മറക്കാത്ത രീതിയിലുള്ള ഒരു ഡയലോഗ്സ് ആണ് അതിനകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ ഈ റീൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ അല്ലേ എല്ലാ റീൽസിലൊക്കെ ഞാൻ 2-3 സ്റ്റാറ്റസ് കണ്ടേ ഉള്ളൂ. ഞാൻ തെലുഗുവിന്റെ റീൽസും കണ്ടു. അവരും ഇതേ വെച്ചിട്ട് ഞാൻ വായിക്കാൻ പറ്റില്ല, തെലുങ്ക് ഭാഷയിൽ എന്തോ എഴുതിയിട്ട് എന്റെ ഫോട്ടോ കണ്ടുകൊണ്ടെങ്കിൽ മനസ്സിലാക്കി അതിന്റെ ഒരു അനുഭവം. കാരണം ഇത്രയും നാളും മലയാളവുമായി ബന്ധപ്പെട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അന്യഭാഷകളിലേക്ക് പോകുമ്പോൾ തമിഴ് ഇത് തന്നെ റീമേക്ക് ചെയ്തു വന്നു. അല്ലല്ല, റീമേക്ക് ചെയ്തിട്ട് നമ്മൾ എല്ലാ ലാംഗ്വേജിലും മലയാളം, എല്ലാ സ്ഥലത്തും മലയാളം സിനിമയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. തെലുഗു റിലീസ് ചെയ്തത് മാത്രം ഡബ് ചെയ്തു, തെലുങ്ക് ഡബ് ചെയ്തു. കാര്യം നമ്മുടെ വൺ ഓഫ് ദ കോ പ്രൊഡക്ഷൻ ഷൈൻ സ്ക്രീൻസ് എന്ന് പറയുന്നത് തെലുങ്ക് പ്രൊഡക്ഷനാണ്. ഞങ്ങളിവിടെ വ്യസന സമേതം ചെയ്ത ടീമാണ്. അപ്പോൾ അവർ അവിടെ ഉള്ളതുകൊണ്ട് അവരോട് നമുക്കിവിടെ ഡബ് ചെയ്ത് ഇറക്കാം, ഞങ്ങൾ റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ ഡബ് ചെയ്ത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച 24th റിലീസ് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു തിയേറ്റേഴ്സിലൊക്കെ. തെലുങ്ക് ഓഡിയൻസ് എല്ലാവർക്കും കണ്ടിട്ട് സിനിമ ഇഷ്ടപ്പെടുന്നുണ്ട്. കാര്യം തെലുങ്കിൽ ഡബ് ചെയ്ത് അവർക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അവരെല്ലാവരും നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുകയും അല്ലെങ്കിൽ നമ്മുടെ ഡയലോഗുകൾ തിരിച്ച് പറയുകയും ഒക്കെ ചെയ്തതെന്നും മനസ്സിലായി. അവർക്കും സിനിമ റീജിയൻ ലാംഗ്വേജ് വൈസ് അല്ല എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഇമോഷൻ കണക്ഷൻ കിട്ടുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി. മറ്റൊരു കാര്യം ചേട്ടൻ ശ്രദ്ധിച്ചോന്നറിയില്ല, ഇപ്പൊ സിനിമയുടെ ഒരു വ്യവസായം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ മലയാള സിനിമ എന്ന് നിൽക്കുന്നത് അത്രത്തോളം മുന്നിലാണ്. കാരണം മറ്റ് സിനിമകളൊന്നും ഇത്രത്തോളം സൂപ്പർ ഹിറ്റുകൾ ഈ അടുത്തൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്യഭാഷകളിലെല്ലാം അത്രത്തോളം സ്വാധീനമാണല്ലേ മലയാളം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ മലയാളം ഫിലിം ഇൻഡസ്ട്രി കുറച്ച് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ സ്ഥലത്ത് നിന്ന് ഉണ്ടാകുന്ന നല്ല സിനിമകൾ മറ്റു റീജിയണിൽ തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നു, കാണുന്നു. ഇപ്പം അതിപ്പോ ഈ മഞ്ഞുമൽ ബോയ്സ് താരങ്ങൾ മാത്രമല്ല, ഇപ്പൊ ഞാൻ മഞ്ഞുമൽ ബോയ്സ്, ആവേശം, ഇത് പ്രേമലു, ഇതെല്ലാം മറ്റു സ്ഥലങ്ങളിലും നല്ല രീതിയിൽ സ്വീകരിക്കപ്പെട്ടപ്പോൾ അവരിപ്പോൾ കേരളത്തിൽ ഹിറ്റായി എന്ന് പറയുന്ന സിനിമ അവരും കാത്തിരിക്കുകയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിൽ നമ്മളും പ്രൊഡക്ഷൻ ഒക്കെ ആലോചിക്കുമ്പോൾ പ്ലാൻ ചെയ്യുന്നത് ഇനി അത് എങ്ങനെ നമ്മളൊരു കേരള സിനിമയായിട്ട് മാത്രം നോക്കാതെ തമിഴ് തെലുങ്ക് ഓഡിയൻസിനും കൂടെ കാറ്റർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മളത് ഇനി ഫ്യൂച്ചർ ഉണ്ടാവുക. പക്ഷെ അതൊരു വലിയ റിസ്ക് തന്നെയാണല്ലേ. കാരണം എല്ലാം നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഓഡിയൻസ് ആണ്, എങ്ങനെ സ്വീകരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ മാർക്കോ പോലുള്ള സിനിമ വന്നപ്പോൾ അതിനെ വയലൻസ് എന്നുള്ള രീതിയിൽ റിലേറ്റ് ചെയ്ത് വന്നിരുന്നു. പക്ഷെ വാഴ വന്നപ്പോൾ അതിനെ പോലത്തെ ഡ്രഗ്സ് യൂസുമായി ബന്ധപ്പെട്ടുള്ള ഒരു രീതിയിൽ തുടക്കത്തിൽ, പക്ഷെ അതിന്റെ വിജയം അതിനെല്ലാം മറികടന്ന് മുന്നേറുന്ന ഒരു കാഴ്ച കണ്ടില്ല. എനിക്ക് തോന്നുന്നു അത് ആരെങ്കിലും സിനിമ കാണാതെ പറഞ്ഞിരിക്കാം. ഞാനും സിനിമയുടെ സ്റ്റോറി കേട്ടപ്പോൾ ഞാനും വിചാരിച്ചിരുന്നത് ഡ്രഗ് യൂസ് ചെയ്ത് കാണിച്ചിട്ട് ആൾക്കാർ കുറ്റം പറയുന്നു. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഡ്രഗ് യൂസേജ് ഒറ്റ സീനിലേ ഉള്ളൂ. അതിന്റെ ഉപയോഗിക്കുന്നതിന്റെ മോശം വശങ്ങളെ കുറിച്ചാണ് കൂടുതൽ സീൻസ് ഉള്ളത്. അജയ് വർഗീസ് ആണെങ്കിൽ കുറച്ച് റോളാണെങ്കിലും അത് ഭംഗിയായിട്ടുണ്ട്. അധ്യാപകൻ ചേട്ടന്റെ ലൈഫിൽ ഇതേപോലത്തെ ക്യാരക്ടറൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അയ്യോ, അത് അല്ല, എനിക്കൊന്നും കോളേജിൽ ഈ ഇങ്ങനത്തെ മോശം അധ്യാപകരുണ്ട്, നല്ല അധ്യാപകർ നമ്മൾ ഉറപ്പായിട്ടും ഇത്രയും കൊല്ലത്തെ ഇതിനകത്ത് കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് ഉണ്ടാവും. കലാമണി ചേട്ടന്റെ പാട്ടൊക്കെ അല്ലേ, അതൊക്കെ നമുക്ക് ആ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ അത്രത്തോളം ആവേശമാണ്. ഞാൻ ഈ സിനിമ കാണുന്നതിന് മുമ്പേ ഈ റീലുമായി ബന്ധപ്പെട്ടിട്ട് കുറെ ഈ പാട്ട് കേൾക്കുന്നുണ്ട്. ഇത് എവിടെയാണ് ഇത് വന്നിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, എല്ലായിടത്തും ഇത് കാണുന്നത്. അത് ശരിക്കും എന്തൊരു സ്റ്റോറിയാണ്. ഞാനും വിപിനും ഞങ്ങളുടെ WPTSൽ മെയിനായിട്ട് 4 പേരാണ് ഉള്ളത്, മെയിൻ ഡിസിഷൻ മേക്കേഴ്സ് 4 പേര്. ഞാൻ, വിപിൻ ദാസ്, അഭിലാഷ്, അജി എന്ന് ഞങ്ങൾ ഇത്രയും ഫ്രണ്ട്സ് ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ വ്യസന സമേതം വിജയിച്ചതിന് ശേഷം ഞങ്ങൾ ടൂർ പോയിരുന്നു പുറത്തോട്ട്. അപ്പം ടൂർ പോയപ്പോൾ ഞങ്ങൾ കാറിൽ മണിച്ചേട്ടൻ്റെ പാട്ടിട്ട് കേട്ടപ്പോൾ ഈ പാട്ട് കേട്ടപ്പോൾ ഒരു പ്രത്യേക രസം. വിപിൻ പറഞ്ഞു ഇത് കൊള്ളാലോ, ഇത് നമുക്ക് വാഴയിൽ വെക്കാം എന്ന് വിപിൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചത് വാഴയിൽ എവിടെയെങ്കിലും ഒരു സോങ് ആയിട്ട് വരുമെന്ന് വെച്ചു. പക്ഷേ അത് ഫൈറ്റ് സീനിലാണ് വരുന്നത് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ അത് ഫൈറ്റ് സീനിൽ വന്നപ്പോൾ അതിന് വേറൊരു കളർ. അതെ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. മണിച്ചേട്ടൻ്റെ പാട്ടാണ് ഇത്, നമ്മളിത് പിന്നെ കുറച്ച് ന്യൂജൻ ആൾക്കാരുടെ സിനിമയാണ്, ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ള സിനിമയാണ്. അപ്പോൾ ഇത് എങ്ങനെ കണക്ട് ആവുന്നത് എനിക്കൊരു ടെൻഷൻ ആദ്യം ഉണ്ടായി. പക്ഷേ നമ്മൾ ഈ പാട്ട് കേട്ടപ്പം നമുക്ക് മനസ്സിലാവും ഇത് മണിച്ചേട്ടൻ്റെ പാട്ടിൻ്റെ പ്രത്യേകത എല്ലാ കാലവും എല്ലാ ആൾക്കാർക്കും കണക്ട് ആവുന്ന പാട്ടുകളാണ്. അപ്പോൾ അത് ഈ സിനിമയിൽ അത് പ്രൂവ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് എല്ലാവർക്കും ആ പാട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെയാണ് ആ പാട്ട് അവിടെ വരുന്നതും. അതെ. ഈ ഗൾഫ് മലയാളികൾ അനുഭവിക്കുന്ന ദുരവസ്ഥ ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത് എനിക്ക് തോന്നുന്നു. ഇപ്പോഴത്തെ കേരളത്തിലുള്ള ആളുകൾ, പുറത്തു പോകുന്ന ആൾക്കാർ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ സിനിമയിൽ അല്ലേ പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പൊ ഈ ഗൾഫിലൊക്കെ എങ്ങനെയാണ് ഐഡിയ എത്തിയത്? കാരണം ഈ ഗൾഫിൽ പോയി അവിടെ ഉണ്ടാവുന്ന ഒരവസ്ഥ, ഒരച്ഛൻ മകൻ ബന്ധങ്ങള്, അതൊക്കെ എല്ലാം കൂടെ അല്ലേ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഈ സിനിമ പുള്ളി കൺസീവ് ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പുള്ളി ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു. അത് കുട്ടിക്കാലം തൊട്ട് സ്കൂൾ കാലം, സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ പ്രശ്നങ്ങൾ, പാരൻസിൻ്റെ പ്രശ്നങ്ങൾ,
ഈ പറഞ്ഞ അത് കഴിഞ്ഞ് കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ ജോലിക്ക് പോകാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന കാര്യങ്ങൾ അതിൽ കുറേ പേര് UK പോകുന്നു, കുറച്ച് പേര് വീട്ടുകാർ പണ്ട് നമ്മുടെ നാട്ടിലുള്ളതല്ലേ എല്ലാവരും ദുബായ് പറഞ്ഞു വിടുക എന്നുള്ളൊരു സംഭവം ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അതെല്ലാം പുള്ളിയുടെ മനസ്സിലുണ്ടായ ഐഡിയ തന്നെയാണ്. അത് പുള്ളി കൃത്യമായിട്ട് ഒരു രസകരമായി ആൾക്കാർക്ക് കണക്ട് ആവുന്ന രീതിയിൽ പുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ ദുബായ് സീനൊക്കെ അത്രയും ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ഈ പറഞ്ഞ ദുബായിൽ ഇങ്ങനെ റൂം ഉണ്ടാവും, എല്ലാവരും ഒരുമിച്ച് അതിൽ പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും ഒക്കെ ഉണ്ടാവും. അതെ അതെ, അതുപോലെ തിയേറ്ററിലുണ്ടാവുന്ന അനുഭവങ്ങളല്ലേ, അത് ശരിയാണ്. എനിക്കൊന്നും അത് ഇപ്പോഴും അധികം ചിലപ്പോൾ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ആ ഒരു കുറച്ച് നമ്മളൊക്കെ എനിക്ക് പണ്ട് കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ തിയേറ്ററിലൊക്കെ ഈ പ്രശ്നങ്ങൾ ഈ പോലീസ് അത്യതാതെ ഈ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ നരസിംഹ അല്ലേ, അതില് ദൃശ്യത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെയൊക്കെ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് ഈ ഫസ്റ്റ് പാർട്ടിൽ ഉണ്ടായിരുന്ന ആളുകൾ എങ്ങനെയാണ് എവിടെയാണ് വരുന്നത് എന്നുള്ള പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷന്റെ സ്ഥലത്താണ് ചേട്ടൻ എത്തിയത്. നമ്മുടെ മനസ്സിൽ ഇവിടെ അവര് വരുമായിരിക്കും, അവര് വന്ന് ഇവരെ രക്ഷിക്കുമായിരിക്കും, അതായിരിക്കും. പക്ഷെ അതല്ല, അതുക്കും മേലെയാണ് കഥ കൊണ്ടത്. അവസാനമാണ് വന്നത്. അതെ അതെ അതെ. ഇനി ബിജുക്കുട്ടൻ ചേട്ടൻ്റെ അല്ലേ ആ ഒരു റോൾ എന്ന് പറയുന്നത്, നമുക്ക് റീൽസ് ഒക്കെ നമ്മൾ പണ്ട് കണ്ട് കരഞ്ഞ് പടക്കം പൊട്ടിച്ചിട്ട് ഓടുന്നേ, അതൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്തെടുത്തത്? പണ്ട് കണ്ട് കരഞ്ഞില്ല, പണ്ട് കണ്ട് ചിരിച്ചു. അതും ക്രെഡിറ്റ് ഗോസ് ടു വിപിൻ. വിപിൻ മാത്രമാണ് അതിനകത്ത് വേറെ രീതിയിൽ ചിന്തിച്ചത്. അയ്യോ ഇത് പുള്ളി മാത്രമേ അത് കേട്ടുള്ളൂ. പുള്ളി പറയുന്നത് ആ വീഡിയോയിൽ എൻ്റെ എവിടെയോ അച്ഛ എന്ന് വിളിക്കുന്നത് പുള്ളി കേട്ടിരുന്നു. ഈ കോമഡി ആ വീഡിയോക്കകത്തെല്ലാം ചെയ്യുന്നത് അച്ഛ എന്ന് വിളിക്കുന്ന ഒരു വിളി പുള്ളി കേട്ടു. അപ്പോൾ പുള്ളി ആലോചിച്ചതാണ്, അതിൻ്റെ ആ ആംഗിളിൽ നിന്ന് പുള്ളി ആലോചിച്ചതാണ്. അച്ഛന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കുട്ടി അത് എൻ്റെ മകനായിരിക്കാം. അപ്പോൾ അങ്ങനെ പോയി കരഞ്ഞിട്ടുണ്ടാക്കി. അപ്പോൾ ഈ റീസെൻ്റ്ലി ഇപ്പോൾ ബിജുക്കുട്ടി ചേട്ടൻ പറഞ്ഞത്, ആ പുള്ളി ചേട്ടൻ്റെ വീട്ടിൽ വന്നിപ്പോൾ കണ്ടപ്പോൾ ആ പുള്ളി പറഞ്ഞു ശരിക്കും നടന്നത് ഇത് തന്നെയാണ്, ഇത് വിപിൻ ദാസ് ഇങ്ങനെ അറിയാം. ഞാനിത് ഒരിടത്തും പറഞ്ഞില്ല. ഞാൻ അന്ന് വീണപ്പോൾ എൻ്റെ മോൻ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അത് വേറെ ഒരിടത്തും വന്നില്ല. അപ്പോൾ നിങ്ങളിതെങ്ങനെ മനസ്സിലാക്കി, സ്വപ്നം കണ്ടതാണോ എന്ന് ചോദിക്കുകയുണ്ടായി ബിജുക്കുട്ടൻ ചേട്ടൻ്റെ അടുത്ത്. അപ്പോൾ അത് അതിൻ്റെ ക്രെഡിറ്റ് വിപിന്നുള്ളതാണ്. നമുക്കൊന്നും പറയാനില്ല. ഇന്നത്തെ ഒരു സിനിമയുടെ ഒരു കഥകളും അങ്ങനെ തന്നെയാണല്ലോ അല്ലെ, കണ്ട് പരിചയമുള്ള അല്ലെങ്കിൽ കേട്ട് പരിചയമുള്ള അവരുടെ പൾസ് അറിഞ്ഞാണ് സിനിമകൾ വരുന്നതെന്ന് പറയുന്നത്. ഇനിയുള്ള പുതിയ പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ ഇനി നമ്മളെ ഇതാണ് WBTSന്റെ പ്രൊഡക്ഷൻ. ഞാനിപ്പോൾ അതിൻ്റെ അടുത്തൊരു പ്രൊഡക്ഷൻ്റെ ഇതിൽ വർക്കിലാണ്. ഒരു പുതിയ പ്രൊജക്റ്റ് അടുത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഡിസ്കഷൻസും പ്രീ പ്രൊഡക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അത് എനിക്കൊന്നൊരു 1-2 മാസത്തിനകത്ത് അനൗൺസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു പ്രൊജക്റ്റ്. ശ്രീനാഥ് എന്നൊരു വ്യക്തി മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങൾക്ക് ഒരു ഭീഷണിയാവോ? ഇല്ല. ഞാൻ ഇനിയിപ്പോൾ അങ്ങനെ ആക്ട് ചെയ്യണമെന്നും അങ്ങനെ നമ്മൾ പ്ലാനും ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. കാര്യം അത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അത് നമുക്ക് അതിനുള്ള കഴിവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഇഷ്ടം എന്ന് പറയുന്നത് WBTS പ്രൊഡക്ഷൻ്റെ പേരിൽ സിനിമകൾ, നല്ല നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുക, അങ്ങനെ നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റുക എന്നുള്ളതാണ്. പിന്നെ വിവിൻ്റെ സിനിമകൾ അതിൻ്റെ കൂടെ നിൽക്കുക, അങ്ങനെയുള്ള പക്ഷേ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പോലെ ഇതുപോലെ കിട്ടിയാൽ അല്ലേ? ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുന്നല്ലോ. ഓൺ ദി വേ നമുക്ക് അങ്ങനെ ഒരു സാധനം വന്നു, ഓക്കെ ഇതിപ്പം വിപിൻ ചെയ്യാൻ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, നീ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ എനിക്ക് അഭിനയിക്കാറില്ല, അതൊന്നും കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവർ ഡയറക്ടറും റൈറ്ററും ഒക്കെ അവരങ്ങ് ചെയ്യിപ്പിച്ചതാണ്. അപ്പം ഞാൻ ജസ്റ്റ് പോയി അവർ പറഞ്ഞ പോലെ ചെയ്ത് കൊടുത്തു, അത്രേ ഉള്ളൂ. അത് എനിക്കൊന്നും ആ ക്യാരക്ടറിന് അത് മതിയുള്ളതുകൊണ്ട് ഏകദേശം അത് എൻ്റെ ലുക്ക് അത് ഹാഫ് ഓക്കെ ആയതുകൊണ്ടാണ് അത് വർക്കാവുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പത്തെ ആ ഒരു ഹെയർ സ്റ്റൈലും കാര്യങ്ങളങ്ങ് അല്ലേ, അതങ്ങ് ഭാഗ്യമായി. ചേട്ടാ ഒരു കാര്യം കൂടി, ഇപ്പോഴത്തെ സിനിമയുടെ ഒരു രീതികളും അതിന്റെ പ്രൊമോഷൻ പരിപാടികളും, ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് അതിന്റെ പകുതി ഭാഗം ഇപ്പോൾ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണല്ലോ. ആ ഒരു മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? കാരണം കാലഘട്ടം മാറുമ്പോൾ കുറേ അധികം മാറ്റങ്ങൾ വരും സിനിമയുടെ പ്രൊമോഷന്. കാരണം ചേട്ടന് മുത്തുകോ ആ സമയത്തൊക്കെ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു രീതിയില്ല. ഗുരുവായൂർ അമ്പലനടയിൽ വന്ന് അതിലുണ്ടായിരുന്നു, ജയ് ജയ ഹേ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് പല അഭിപ്രായങ്ങളുണ്ട്. ഇപ്പം ഞാൻ 2014 ബാംഗ്ലൂർ ഡേയ്സിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അപ്പോൾ നമ്മൾ സിനിമയിൽ ക്രെഡിറ്റ്സ് വെക്കണം. അപ്പോൾ അഞ്ജലി മേനോൻ വിളിച്ച് ചോദിക്കുകയാണ് എന്ത് ക്രെഡിറ്റ്സ് വെക്കണം എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളാണ് പറഞ്ഞത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് വെക്കുക. എൻ്റെ പേര് ശ്രീനാഥ്, മറ്റേ കൂടെയുള്ള പുള്ളിയുടെ പേരും ശ്രീനാഥ്, സ്പെല്ലിംഗ് ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അറിവിൽ മലയാള സിനിമയിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു ഹെഡിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് വെക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. അതിന് മുന്നേ വച്ചുകൊണ്ടിരുന്നത് ഓൺലൈൻ പ്രൊമോഷൻസ് എന്ന് പറഞ്ഞ പരിപാടിയാണ്. അപ്പം ശരിക്കും ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ശ്രീനാഥാണ്, പുള്ളി ശരിക്കും മാർക്കറ്റിംഗ് പഠിച്ച ആൾ. എനിക്കൊന്ന് ഐഡിയയുടെയും റിലയൻസിൻ്റെയും മാതൃഭൂമി സിയുടെയും ഒക്കെ മാർക്കറ്റിംഗ് ഹെഡായിട്ട് വർക്ക് ചെയ്ത ആളായിരുന്നു. പുള്ളി പ്രോപ്പർ മാർക്കറ്റിംഗ് പഠിച്ച ആളായതുകൊണ്ട് പുള്ളിയാണ് ഇത് മാർക്കറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്, പ്രൊമോഷൻ അല്ല. പ്രൊമോഷൻ ഈസ് വൺ ഓഫ് ദ പാർട്ട് ഓഫ് ദ മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ മാർക്കറ്റിംഗ് ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂർ ഡേയ്സ് ചെയ്യുന്നു. അപ്പോൾ ബാംഗ്ലൂർ ഡേയ്സ് അന്ന് ഓൺലൈനിൽ ഭയങ്കര തരംഗമായിരുന്നു. ഫേസ്ബുക്കിലും അന്ന് ഫേസ്ബുക്കായിരുന്നു കൂടുതൽ ആക്റ്റീവായിട്ടിരുന്നത്. ഫേസ്ബുക്കിൽ ഭയങ്കര തരംഗമായിട്ട് മാറി.
അഞ്ജലിമേൻ്റെ പേജൊക്കെ ഭയങ്കര വ്യൂസ് ലൈക്സ് ആണല്ലോ, പേജ് ലൈക്സ് കൂടുന്നു. അല്ലെങ്കിൽ ബാംഗ്ലൂർ ഡേയ്സിൻ്റെ പേജിൽ ഭയങ്കര ലൈക്സ്, ബാംഗ്ലൂർ ഡേയ്സിൻ്റെ പേജിൽ കൂടെ ആർട്ടിസ്റ്റുകൾ സംസാരിക്കുന്നു, അങ്ങനെയൊക്കെ നമ്മൾ അന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം പക്ഷേ അന്നും നമ്മൾ ബുദ്ധിമുട്ടിയത് ഈ സിനിമാക്കാരോട് നമ്മൾ അടുത്ത പടത്തിൻ്റെ സംസാരിക്കാൻ പോകുമ്പോഴൊക്കെ ഈ മാർക്കറ്റിംഗ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റിംഗ് അവർക്ക് പ്രൊമോട്ട് എത്ര ലൈക്ക് കിട്ടും, നിങ്ങൾ വെച്ച് ലൈക്ക് കിട്ടും, പേജ് ലൈക്ക് കൂടുതൽ എന്നാണ് ചോദിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ടീം, ഓൺലൈൻ പ്രൊമോഷൻ ടീം പേജ് ലൈക്ക് കൂട്ടി കൊടുക്കുക, അങ്ങനെ കുറേ 10 പേജ് കൈ വെച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു വേറൊരു സ്റ്റൈൽ ഓഫ് പരിപാടിയാണ് നടന്നുകൊണ്ടിരുന്നത്. ഈ മാർക്കറ്റിംഗ് പരിപാടി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് വന്നു തുടങ്ങിയത് ഈ കഴിഞ്ഞ കുറച്ച് നാൾക്കുമ്പോൾ ഇവിടെ കോർപ്പറേറ്റ് ചാനൽസൊക്കെ വന്ന് നെറ്റ്ഫ്ലിക്സും അല്ലെങ്കിൽ ആമസോണും ഒക്കെ വന്ന ശേഷമാണ്, സോണി ലിവൊക്കെ സിനിമ എടുത്ത ശേഷമാണ് അവിടുത്തെ മാർക്കറ്റിംഗ് ഹെഡ്സ്, ഈ സോണി ലിവിൽ എൻ്റെ ഫ്രണ്ടായിരുന്നു മാർക്കറ്റിംഗ് ഹെഡ്. അപ്പോൾ അവരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഇവർക്ക് ഇപ്പോഴാണ് ഇത് മാർക്കറ്റിംഗ് ആണെന്ന് ആൾക്കാർക്ക് സിനിമയിലും മനസ്സിലായി, ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ഇപ്പോഴാണ് സിനിമയിൽ ഇൻഡസ്ട്രിയിലൊക്കെ നമ്മളൊരു സിനിമ മാർക്കറ്റ് ചെയ്യണം എന്ന് മനസ്സിലായി, അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യണം എന്നാണ് നമ്മളെപ്പോഴും വാക്കാണ് ഉപയോഗിച്ചിരുന്നത്. വാക്ക് തന്നെ ഡിഫറൻ്റ് ആണ്. അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കൂടെ എന്ന സിനിമ ചെയ്യുന്ന സമയത്ത് അഞ്ജലിമേൻ്റെ അടുത്ത പടം അത് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പം അന്ന് വേറെ ആരും സിനിമാക്കാരും ഇൻസ്റ്റാഗ്രാം ചെയ്യുന്നില്ല, എല്ലാവരും ഫേസ്ബുക്കിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്നു. ഈ ബാംഗ്ലൂർ ഡേയ്സ് ചെയ്ത സമയത്ത് ഞങ്ങളാണ് ഫസ്റ്റ് ടൈം അൻവർ റഷീദ് പ്രൊഡക്ഷൻസിൻ്റെ പേരിൽ യൂട്യൂബ് ചാനൽ തുടങ്ങി സോങ്സ് എല്ലാം അതിനകത്ത് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ ആരും സ്വന്തം പ്രൊഡക്ഷൻസ് യൂട്യൂബ് ചാനലിൽ ഇടല്ല, എല്ലാവരും അന്നത്തെ മ്യൂസിക് ലേബിൾസിന് കൊടുക്കുക എന്നുള്ളത് പരിപാടിയായിരുന്നു. അപ്പോൾ ഇതെല്ലാം തുടക്കകാലത്ത് നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്, അതിന് കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ആൾക്കാരെ ഇത് ലേൺ ചെയ്യിപ്പിക്കാൻ. അപ്പോൾ അത് ഒരു 2017 ആയപ്പോൾ നമുക്ക് ലേൺ ചെയ്യാൻ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കുറച്ച് പേർക്കേ മനസ്സിലാവുന്നുള്ളൂ എന്താണ് ഈ പരിപാടി എന്നുള്ളത്. ഇപ്പോൾ പക്ഷേ അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ചെയ്യണം, അത് എങ്ങനെയാണ്, ഓക്കെ അതിനകത്ത് കുറച്ച് കാശ് സ്പെൻഡ് ചെയ്യണം, സിനിമയുടെ ഭാഗം. ഇത് ഹിന്ദി സിനിമയിലൊക്കെ നേരത്തെ ഉണ്ട്, ഹിന്ദി ഇംഗ്ലീഷൊക്കെ നേരത്തെ ഉണ്ട്. ഒരു സിനിമയുടെ ടോട്ടൽ ബഡ്ജറ്റിൻ്റെ ഇത്ര 10-15% അവർ മാർക്കറ്റിന് വേണ്ടി മാറ്റി വയ്ക്കും. ആദ്യമേ മാർക്കറ്റിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ മൂവി റിലീസ്. ഇപ്പോൾ മലയാളത്തിൽ അത് വന്നിട്ടുണ്ട്. നമ്മൾ രാജമൗലിന്റെ ഒക്കെ നമ്മൾ കണ്ടല്ലോ, കോടികൾ സിനിമ നിർമ്മിക്കുന്നതിന്റെ ഇരട്ടിയാണ്. മാർക്കറ്റിങ്ങിന് വേണ്ടി മാത്രം ഒരു സാധനം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യും. പ്രത്യേക രീതിയിൽ സ്ക്രിപ്റ്റ് എഴുതിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതെ. അപ്പോൾ പണ്ട് നമ്മൾ ഈ ബാംഗ്ലൂർ 2014-15 കാലഘട്ടത്തിൽ നമ്മൾ ഇത് പോയി പറയുമ്പോൾ ചേട്ടാ നമുക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യണം, ആക്ടറിനെ വെച്ച് ചെയ്യണം, മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ആ ആക്ടർ വരത്തില്ല എന്ന് പറയും. ഇതിപ്പോൾ അതിന്റെ നമ്മളൊരു സിനിമ ജോയിൻ ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കരാറുകൾ പ്രത്യേകം തന്നെ. ഇപ്പോൾ പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് ആൾക്കാർക്ക് അറിയാം മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഹോട്ട്സ്റ്റാർ ഒരു സിനിമ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അതിന് മുന്നേ തന്നെ ആർട്ടിസ്റ്റിന്റെ വീഡിയോസ് എടുക്കുന്നു, ചെയ്യുന്നു. അപ്പോൾ ആർട്ടിസ്റ്റ് സഹകരിക്കുകയല്ല. അപ്പോൾ ഇത് യൂസ് ടു ആയി തുടങ്ങിയപ്പോൾ. അപ്പം നമ്മളിത് നേരത്തെ പറയുമ്പോൾ സിനിമയ്ക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കേസുകൾ അല്ലേ, നിർമ്മാതാക്കൾ എന്നെ താരങ്ങൾ സഹായിക്കുന്നില്ല എന്ന രീതിയിൽ 2-3 സിനിമയിൽ. ഇതുമായിട്ട് ബന്ധമുള്ള കാര്യമല്ല, അത് അല്ലാതെ തന്നെയുള്ള കുറച്ച് അത് എനിക്ക് തോന്നുന്നു ഈ വേറെ കുറേ ക്ലാഷുകളും. ഞാൻ പറയുന്നത് ഇങ്ങനെ ഈ മാർക്കറ്റിംഗ് എന്ന സിസ്റ്റം നമ്മുടെ ഇൻഡസ്ട്രിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 3-4 വർഷമായുള്ളൂ. പക്ഷേ ഞങ്ങളത് 2014 ചെയ്ത പണിയാണത്. പക്ഷേ അന്ന് ഞങ്ങൾ ബുദ്ധിമുട്ടിയാണ്. ഞാൻ പിന്നെ നിർത്തിയിട്ട് തിരിച്ച് ഞാൻ ചാനലിലോട്ട് പോകുന്നതും പുള്ളിയും വരെ ചാനലിലോട്ട് പോയി. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഈ പറഞ്ഞ പോലെ ഈ OTT പ്ലാറ്റ്ഫോംസ് വന്നപ്പോഴാണ് ഇത് ആൾക്കാർക്ക് അതിന് OTT പടങ്ങൾ എടുത്തു തുടങ്ങിയപ്പോൾ അവർ ആവശ്യപ്പെട്ടു തുടങ്ങി ഞങ്ങൾക്ക് ഇത് വേണം ഇന്ന ബൈറ്റ് വേണം. ഫോർ എക്സാമ്പിൾ മിന്നൽ മുരളിയൊക്കെ ചെയ്തപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ ബേസിലും ടോവിനെയും കൊണ്ട് ചെയ്തിട്ടുണ്ട്. കാര്യം അവർ അഗ്രിമെൻറ്റിലുണ്ട്. അപ്പോൾ തൊട്ട് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി ഇത് പാർട്ട് ഓഫ് ദ മൂവി റിലീസ് മാർക്കറ്റിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് ആൾക്കാർക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത് നടക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഒരു ഫുൾ ഫ്ലെഡ്ജിൽ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും കുറേ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്കൊന്ന് ഈ നമ്മുടെ ഈ ചത്താപ്പച്ച സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത് അതൊക്കെ ഷൂട്ടിംഗ് സമയത്ത് തന്നെ നടത്തിക്കൊണ്ടിരുന്നു. ഇതൊക്കെ നമ്മൾ പണ്ട് പറയുമ്പോൾ അയ്യോ ലൊക്കേഷൻ എന്നൊക്കെ ഷൂട്ട് ചെയ്യുന്നത് എത്ര എളുപ്പമുള്ള കാര്യമല്ല, ബുദ്ധിമുട്ടാണ്, ആൾ തിക്കും തിരക്കൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ അവർ ആൾ സിനിമയൊക്കെ അത് ഉൾപ്പെടെ പ്ലാൻ ചെയ്ത് തുടങ്ങി. അപ്പോൾ ആ ഒരു ചേഞ്ച് ഞാനിപ്പം നമ്മളതിൽ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. തീർച്ചയായും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ സിനിമയുടെ ഒരു വിജയം എന്ന് പറയുന്നത് ഇപ്പം സംബന്ധിച്ചിടത്തോളം എത്ര കോടി നേടി എന്നല്ലേ, ആ ഒരു രീതിയിലും ആളുകൾ സിനിമയെ സമീപിക്കുന്നുണ്ടല്ലോ. പിന്നെ ആളുകളുടെ അഭിപ്രായങ്ങൾ നോക്കിയിട്ട് സിനിമ കാണാൻ പോകുന്ന ഒരു പ്രേക്ഷകര് അത്തരത്തിലേക്ക് വരുന്നുണ്ട്. അതായത് ഇത്ര കോടി നേടിയിട്ടുണ്ടെങ്കിൽ ആ സിനിമ വിജയിച്ചു എന്ന തരത്തിൽ പോയി കാണുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് അതിന്റെ ഒരു ഭംഗി ആ സിനിമ കാണുമ്പോൾ, സിനിമയുടെ വിജയം അൾട്ടിമേറ്റ്ലി എനിക്ക് തോന്നുന്നു ജനങ്ങൾ കണ്ടിട്ട് മറ്റൊരാളടുത്ത് പറയുന്നിടത്താണ് അത്. ചേട്ടൻ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ, ഞാൻ ഈ സിനിമയിൽ വർക്ക് ചെയ്തപ്പോൾ ഞാൻ ബാംഗ്ലൂർ ഡേയ്സിൽ വർക്ക് ചെയ്തു, വൻ വിജയം കണ്ടു. അല്ലാത്ത സിനിമകളിൽ വർക്ക് ചെയ്തു, ഒരു ആവറേജ് വിജയം കണ്ടിട്ടുണ്ട്. ഞാൻ വേറെ സിനിമ വർക്ക് ചെയ്തു, ഫസ്റ്റ് ഡേ വാഷ് ഔട്ട് കണ്ടിട്ടുണ്ട് കൂടെ നിന്ന്. പിന്നെ നമ്മളിപ്പം ജയ ജയ ഹേ ഗുരുവായൂർ നമ്മൾ അത് ഹിറ്റ് കണ്ടിട്ടുണ്ട്. ഇപ്പം
പിന്നെ ഞാൻ വ്യസന സമയം ചെയ്തു. ഓക്കെ, അതൊരു വിജയമാണ്. പക്ഷേ എന്നാലും സൂപ്പർ ഹിറ്റ് അല്ല. പക്ഷേ OTT-ൽ വന്നപ്പോൾ അത് അതെ. പക്ഷേ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഒരു സിനിമ ഈ തിയേറ്ററിൽ ഹിറ്റ് ആവുന്നു അല്ലെങ്കിൽ ആൾക്കാർ കോടികൾ വരുന്നതെന്ന് പറഞ്ഞാൽ ആ ഫസ്റ്റ് 3 days കണ്ടവർ വന്നിട്ട് പടം അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ എന്ന് പറയണം. ഇത് പറയാതെ ഇത് നമുക്ക് ഹിറ്റാക്കാൻ പറ്റില്ല. അതെ. അതിപ്പം വാഴ നിങ്ങളിപ്പോൾ അഭിമാനത്തോടെ പറയുന്നില്ല, ഇവരെല്ലാം വാഴ കണ്ടു കേട്ടോ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്ന ഒരു ഉള്ളിൽ നിന്ന് വരുന്നില്ല, അല്ലാതെ മനഃപൂർവ്വം നമ്മളെ പ്ലീസ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഏത് സിനിമയ്ക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അപ്പോഴാണ് ആ സിനിമയ്ക്ക് സക്സസ് ഉണ്ടാവുന്നത്. അല്ലാതെ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്പേഴ്സ് ഉണ്ടാവും. ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും പറയാം, നമ്മൾ നമുക്ക് ചെയ്യുന്ന എല്ലാവർക്കും സിനിമ എപ്പോഴും ബെസ്റ്റ് ആയിരിക്കും. ഇത് വെള്ളിയാഴ്ച റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ജനങ്ങൾ തീരുമാനിക്കും എന്നുള്ളതാണ് എൻ്റെ ഫൈനൽ കാര്യം. ഈ ഒരു ടെൻഷൻ വാഴ 2 ഇറങ്ങുന്ന സമയത്ത് ഉറപ്പായിട്ടുണ്ടായിരുന്നു. അല്ല വരും നമുക്ക് ഞാനിപ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലായിടത്തും ഞാൻ വാഴ 2-ൻ്റെ പ്രിവ്യൂ കണ്ടിട്ടില്ല. കാര്യം ഞാൻ ഈ വ്യസന സമയത്ത് പ്രിവ്യൂ കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു സംശയം ഉണ്ടായിരുന്നു എങ്ങനെ വരും എന്നുള്ളത്. അപ്പോൾ ഞാൻ മനഃപൂർവ്വം കാണാതിരുന്നു. കാരണം ഞാൻ കണ്ടിട്ടോ ഇപ്പോൾ എൻ്റെ അടുത്ത് വിപിൻ ദാസ് കൊള്ളാമെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ ഏത് ഫിലിമിലെ ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ആക്ടേഴ്സോ കണ്ടിട്ടോ ഇത് കൊള്ളാം, ഇത് സൂപ്പർ ഹിറ്റാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാറില്ല കാര്യം. ഇത് ഫൈനലി ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ കാര്യമുള്ളൂ. നമ്മളുടെ ഒരു ജഡ്ജ്മെൻറ്റ് ഒരു 5-6 പേരുടെ ജഡ്ജ്മെൻറ്റിലല്ല ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് വാഴ 2 ഇറങ്ങി ജനങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് സ്വയം മനസ്സിലാക്കിയത് ഓക്കെ ഇത് സിനിമ ഹിറ്റാണെന്ന് മനസ്സിലായത്. ചേട്ടാ ഒരു കാര്യം കൂടെ, ഈ വാഴ 2-ലെ കാസ്റ്റിംഗ് ഒക്കെ അത്രത്തോളം പക്ക അല്ലേ? 100% അത് എവിടെയാണ് ആൾക്കാരെ ഞാൻ ബേസിലിനെ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ആ പോലീസ് ക്യാരക്ടറായിട്ട് ഇനി ബേസിലാണ് വരാൻ വന്നത്. പക്ഷേ ഇവിടെ വന്ന പോലീസാണ് അതിലും അല്ലേ? ആ ഡയലോഗുകളൊക്കെ ആണെങ്കിൽ അടിപൊളി. അത് വിപിൻ ദാസിന്റെ ക്രെഡിറ്റാണ്. ഞാൻ നമ്മൾ ആസ് എ യൂഷ്വൽ ഒരു ഓഡിയൻസ് എന്ന രീതിയിൽ ഇപ്പം ഞാനും വാഴ 2 നമ്മൾക്കും ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ബേസിൽ വരുവാണ് നമ്മൾ ചോദിക്കുക. അപ്പം അല്ല ബേസിലുള്ള വേറെ നോക്കാം എന്ന് പറയും. കാര്യം പുള്ളിയുടെ മൈൻഡിലൊരു സാധനമുണ്ട്, ഇത് എങ്ങനെയാണ് ഓഡിയൻസ് പൾസ് എന്നുള്ളത് പുള്ളി കുറച്ചുകൂടെ കൃത്യമായിട്ട് അറിയാൻ തോന്നുന്നു. പിന്നെ പുള്ളിയുടെ ടീം WBTS നമ്മൾ 4 പേരാണ് മെയിൻ ഉള്ളെങ്കിലും നമ്മുടെ ടീം എന്നുള്ളത് ഭയങ്കര വലുതാണ്. ഡയറക്ഷൻ ടീം തന്നെ 5, 6, 7 പേരുണ്ട്. അസോസിയേറ്റ് അസിസ്റ്റൻസ്, റൈറ്റിംഗ് ടീം ഒരു 5-6 പേരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ടീം DOP ടീമായിട്ട് തന്നെ ഉണ്ട്. അതായത് ക്യാമറമാൻ അസിസ്റ്റൻസും അല്ല, ഈ അസോസിയേറ്റ് ക്യാമറമാൻ എല്ലാം DOP-കളായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വലിയ ടീമാണ് WBTS-ന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മൊത്തം ടീമിൻ്റെ ഒരു കൂട്ടായ ഒരു ശ്രമമാണ് ഈ പടം അങ്ങനെ വരുന്നതിൻ്റെ ഒരു റീസൺ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഈ വാഴയുടെ വിഷയങ്ങൾ നമുക്ക് അത്രത്തോളം ചോദ്യങ്ങളുണ്ട് ബാക്കിയായിട്ടുള്ളത്. പക്ഷേ സമയക്കുറവ് മൂലമാണ്. എന്താ പ്രേക്ഷകരോട് പറയാനുള്ളത്? കാരണം അത്രത്തോളം സക്സസ് ആയിട്ട് ജനഹൃദയങ്ങളിൽ അങ്ങനെ മുന്നേറുകയാണ് വാഴ 2. ഓക്കെ. അല്ല, പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മൾ നല്ല ഉദ്ദേശത്തോടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതിയെടുത്ത സിനിമയാണത്. അത് നിങ്ങൾ അങ്ങനെ തന്നെ ഇഷ്ടപ്പെട്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പം ശ്രീനാഥ് ചേട്ടനാണ് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചത്. ഇനിയും കൂടുതൽ സിനിമകൾ കിട്ടട്ടെ, അഭിനയിക്കും എന്ന പ്രതീക്ഷയോടെ തന്നെയാണ് ഞാൻ ഈ അഭിമുഖം നിർത്തുന്നത്. ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകൾ കൂടുതൽ വരട്ടെ, ജനങ്ങൾ കണ്ട് വിജയിപ്പിക്കട്ടെ. ഓക്കെ, ഇനിയും വേനലവധികൾ വരുമ്പോൾ ഇങ്ങനെ കാത്തിരിക്കണം പ്രേക്ഷകർ അല്ലേ? കുട്ടികൾക്കൊക്കെ അടുത്ത വേനലവധിക്ക് എന്താണ് ഒരു സർപ്രൈസ് പ്രതീക്ഷിക്കുന്നത്? കുട്ടികൾക്ക് മാത്രമല്ല, നമ്മൾ ഓരോ സിനിമ ചെയ്യുന്നതും എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടി തന്നെയാണ് സിനിമകൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യുന്ന സിനിമ പ്രൊഡ്യൂസ് WBTS-ന്റെ സിനിമ സക്സസ് ആവട്ടെ, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടട്ടെ, നന്നായി വരട്ടെ എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. തീർച്ചയായും. വളരെ നന്ദി ചേട്ടാ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.